Very good morning, one and all. We are moving to the third class of financial markets and institutions. In the previous class, we were discussing about money market. You know that money market is an important element of Indian financial system, not only for Indian financial system, for every nation's financial system. This money market is very important. And in the previous class, we have studied some of the features of money market and also one definition for money market, and we have analyzed the important features for a developed money market. Okay, ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള മണി മാർക്കറ്റിന് വേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തി അല്ലേ? ആൻഡ് നൗ ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു അനലൈസ് two topics. The first one is functions of a money market, functions of money market, and the second one is components of Indian money market. What are the important components of Indian money market? So first of all, we can see what are the major functions of a Indian money market or money market. Money market inde പ്രധാനപ്പെട്ട functions എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഫംഗ്ഷനായിട്ട് നമ്മൾ കണക്കാക്കുന്നത് the economic development of the nation ആണ്. You know that this money market is specialized for short term funds. You know what is short term fund? Short term fund means its duration. It starts from a day and extends to 1 year. അല്ലേ, ഒരു ദിവസം മുതൽ ഒരു വർഷം വരെ നീണ്ടു പോകാവുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡ് ചെയ്യപ്പെടുന്ന ആ ഒരു മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മണി മാർക്കറ്റ്. ആൻഡ് ബൈ പ്രൊവൈഡിങ് ദിസ് ഷോർട്ട് ടേം ഫണ്ട്സ് വി ക്യാൻ എൻഷുവർ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി നേഷൻ. ആൻഡ് ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? യു നോ ദാറ്റ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എവറി നേഷൻ, the industrialization of the nation as well as the trade, commerce and all these functions were very, very important. And this industrialization, trading activities, commercial activities are made possible only through the adequate availability of short-term funds. You know that the routine affairs of all these activities or all these commercial and trading activities is made possible only through short-term funds. അല്ലേ, റുട്ടീനായിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ഫണ്ട്സ് ആവശ്യമായിട്ട് വരും അല്ലേ. ഒരു സാധാരണ വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്യാപിറ്റലായിട്ട് അതിനെ ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ. സോ ഈ ഒരു ഷോർട്ട് ടേം ഫണ്ടുകളാണ് വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളിലൂടെ മണി മാർക്കറ്റിൽ എന്ത് ചെയ്യപ്പെടുന്നത്? ട്രേഡ് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം അവിടെ ലെൻഡിങ് ആൻഡ് ബോറോയിങ് നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ആൻഡ് ആവശ്യക്കാർക്ക് അത് എന്ത് ചെയ്യാം? ബോറോ ചെയ്യാം. സേവിങ്സ് ഉള്ളവർക്ക് അത് എന്ത് ചെയ്യാം? ലെൻഡ് ചെയ്യാം. ഓക്കെ, സോ ദിസ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് മെയ്ഡ് പോസിബിൾ ത്രൂ ദിസ് money market. And the second one is that this money market always ensures the equilibrium between demand and supply of short term funds. Equilibrium, and what do you mean by equilibrium? Equilibrium between demand and supply. Demand സപ്ലൈയും തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയം, ആ ഒരു തുല്യത. നമുക്കറിയാം ഏത് മാർക്കറ്റാണെന്നുണ്ടെങ്കിലും അവിടെ കാര്യങ്ങൾ നേരെ നടക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഇക്വിലിബ്രിയം വരണം. ആവശ്യത്തിനനുസരിച്ച് ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ഉണ്ടാവുക, സപ്ലൈനനുസരിച്ച് ഡിമാൻഡ് ഉണ്ടാവുക. അപ്പോഴാണ് മാർക്കറ്റിംഗ് ഫോഴ്സ് കറക്റ്റായിട്ടുള്ള ഒരു പാത്തിലേക്ക് എന്ത് വരുള്ളൂ. സോ ദിസ് മണി മാർക്കറ്റ് ഓൾസോ എൻഷുവേഴ്സ് ദ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ്. ഷോർട്ട് ടേം ഫണ്ടുകൾ യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ ആ ഒരു മാർക്കറ്റിൻ്റേതായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുകയും അതിൽ ഡിമാൻഡ് സപ്ലൈയും കൃത്യമായിട്ട് ഉള്ള ഒരു തുല്യതയിൽ വരികയും അതിലൂടെ ഷോർട്ട് ടേം ഫണ്ട്സിൻ്റെ ആവശ്യം നിറവേറ്റപ്പെടുകയും ചെയ്യുക എന്നുള്ളത് മണി മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്കാക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ഇറ്റ് എൻഷുവേഴ്സ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് RBI's monetary policies.
RBI Reserve Bank of India is the central bank of our nation, and it evolves so many types of monetary policies, and these monetary policies are correctly implemented also with the help of money market. Money market മാത്രമല്ല, ബാക്കി എല്ലാ മാർക്കറ്റുകളും ഒരേ രീതിയിൽ തന്നെ വന്നാൽ മാത്രമേ RBI ഉണ്ടാക്കുന്ന മോണിറ്ററി പോളിസീസ് യഥാസമയം വേണ്ടും വിധം അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. അതിലൊരു പങ്ക് വഹിക്കുന്ന ഒരു മാർക്കറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് മണി മാർക്കറ്റിനെ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. കാരണം മണി മാർക്കറ്റിൽ വേണ്ടത്ര അത് പാലിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അത് നേഷൻ്റെ മോണിറ്ററി സിസ്റ്റത്തിനെ തന്നെ എന്ത് ചെയ്യും, ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഉണ്ടാവാൻ പാടില്ല. സോ മണി മാർക്കറ്റും അതിനൊരു പങ്ക് വഹിക്കുന്നുണ്ട് മോണിറ്ററി പോളിസീസ് യഥാവിധി നടപ്പിലാക്കുന്നതിന്. ആൻഡ് നെക്സ്റ്റ് വൺ, ഇറ്റ് provides ample avenues for short-term funds with fair returns to investors. ഇൻവെസ്റ്റേഴ്സിന് വേണ്ടത്ര റിട്ടേൺസ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ലെൻഡേഴ്സിന് വേണ്ടത്ര റിട്ടേൺസ് കൊടുത്തുകൊണ്ട്, ആൻഡ് all the parties they are ready to play in the money market because they will get the adequate return from it. അല്ല, അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടത്ര റിട്ടേൺസ് കൊടുക്കുക എന്നുള്ളത് മണി മാർക്കറ്റിൻ്റെ വേറൊരു ഫങ്ഷനാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഇറ്റ് ഇൻസ്റ്റിൽസ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇൻ കമേഴ്ഷ്യൽ ബാങ്ക്സ്. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ഫിനാൻഷ്യലായിട്ടുള്ളൊരു അച്ചടക്കം, ഫിനാൻഷ്യലായിട്ടുള്ളൊരു ഓർഡർ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് പലപ്പോഴും എന്തിൻ്റെയും കൂടി സഹായത്തോടു കൂടിയിട്ടാണ്, മണി മാർക്കറ്റിൻ്റെയും കൂടി സഹായത്തോടു കൂടിയിട്ടാണ്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഫണ്ട്സ് ടു മീറ്റ് ഷോർട്ട് ടേം നീഡ്സ്. ആൻഡ് യു നോ ദാറ്റ് ഷോർട്ട് ടേം ഫണ്ട്സ് ആർ ഓൾവേസ് പ്രൊവൈഡഡ് ടു മീറ്റ് ഷോർട്ട് ടേം നീഡ്സ്. ഷോർട്ട് ടേം നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഷോർട്ട് ടേം ഫണ്ടുകളുടെ അല്ലെങ്കിൽ മണി മാർക്കറ്റുകളുടെ പ്രമുഖമായിട്ടുള്ളൊരു ലക്ഷ്യമെന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ഇറ്റ് എൻഹാൻസസ് ക്യാപിറ്റൽ ഫോർമേഷൻ ത്രൂ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. സേവിങ്സിലൂടെയും ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയും ക്യാപിറ്റൽ ഫോർമേഷൻ, രാജ്യത്തിൻ്റെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ സുപ്രധാന അടിത്തറയായിട്ടുള്ള ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ ചെയ്യുന്നതിൽ മണി മാർക്കറ്റ് ഒരു വലിയൊരു പങ്കാളിയായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ എംപ്ലോയ്മെൻറ്റ് generation. In money market there are various institutions, various consulting agencies which are functioning in the money market. So you know that employment facilities are improving, employment opportunities are improving. More and more persons will get employment in the money market. And next one, it provides funds to the government to meet its deficits also. ഈ ഷോർട്ട് ടേം ഫണ്ട്സ് എന്ന് പറയുന്നത് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാത്രമല്ല ആവശ്യം. ഇറ്റ് വിൽ ബി നീഡഡ് ബൈ ഗവൺമെൻറ്റ്സ്. ഗവൺമെൻറ്റിനും വേണ്ടത്ര സഹായം, എസ്പെഷ്യലി ടു സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് എന്ത് ആവശ്യമാണ്, മണി മാർക്കറ്റിൻ്റെ സേവനം ആവശ്യമാണ്. അവർക്കും ഗവൺമെൻറ്റിൻ്റെ പല പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്കും എന്താവശ്യമാണ്, ഷോർട്ട് ടേം ഫണ്ട്സ് ആവശ്യമാണ്. Then next one, it helps to control inflation. ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നതിന് എന്ത് സഹായിക്കുന്നു, മണി മാർക്കറ്റ് സഹായിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് എ സ്റ്റേബിൾ സോഴ്സ് ഓഫ് ഫണ്ട്സ് ടു ബാങ്ക് ഇൻ അഡീഷൻ ടു ഡെപ്പോസിറ്റ്സ്, അലൗവിങ് ആൾട്ടർനേറ്റീവ് ഫിനാൻസിങ് സ്ട്രക്ചർ ആൻഡ് കോമ്പറ്റീഷൻ. സ്റ്റേബിൾ സോഴ്സ് ഓഫ് ഫണ്ട്സ് ടു ബാങ്ക്. ബാങ്കുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സോഴ്സാണ്, ഫണ്ടിൻ്റെ ഒരു സ്റ്റേബിൾ സോഴ്സാണ്. ബാങ്കുകളും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും ഈ ഒരു മേഖലയിൽ, മണി മാർക്കറ്റിൻ്റെ മേഖലകളിൽ പ്രത്യേകിച്ചും ലെൻഡേഴ്സായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്റ്റേബിൾ ഫണ്ടായിട്ട് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എടുക്കാനായിട്ട് സാധിക്കും. അറ്റ് ദി സെയിം ടൈം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യത്തിനുള്ള റിട്ടേൺസ് അതിലൂടെ എന്ത് ചെയ്യുകയും ചെയ്യും, കിട്ടുകയും ചെയ്യും എന്നുള്ളത്. ഇൻട്രസ്റ്റിൻ്റെ രൂപത്തിലും ബാക്കി പല റിട്ടേൺസിൻ്റെ രൂപത്തിലും അവർക്ക് വേണ്ടത്ര വരുമാനം അതിലൂടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. സോ ദീസ് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് മണി മാർക്കറ്റ്. ആൻഡ് ഫ്രം വെൻ അനലൈസിങ് ദീസ് ഫങ്ഷൻസ് വി ക്യാൻ നോ ദാറ്റ് this economic development of the nation is not possible without money market. മണി മാർക്കറ്റ് ഇല്ലാതെ നമുക്ക് ഒരു ഡെവലപ്മെൻറ്റ് സാധ്യമാകുകയില്ല എന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്. വൺ സെൻറ്റൻസിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സോ യു പ്ലീസ് റീഡ് ദ പോയിൻറ്റ്സ് ആൻഡ് ജസ്റ്റ്
make a deep understanding of the points. Okay, then next we can analyze the components of Indian money market. Indian money market inde പ്രധാന കമ്പോണൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് we can see that mainly there are 3 important components of money market. പ്രധാനമായും 3 ടൈപ്പായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ മണി മാർക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്, second one is unorganized money market, and the next one is sub market. These are the 3 major components of Indian money market. Okay, when we are studying the features of a developed money market, we have seen that the organized money market or organized banking sector is an important feature of developed മണി മാർക്കറ്റ്. നമ്മളന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇന്ത്യയുടെ ആ ഒരു പൊസിഷനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അവലോകനം ചെയ്ത് നോക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ത്യ ഹാസ് ഓൾസോ എ വെൽ ഡെവലപ്ഡ് സിസ്റ്റം ഓഫ് ബാങ്കിങ് ഓർ വെൽ ഡെവലപ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് സിസ്റ്റം ഓഫ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റിൻ്റെ ഒരു ഓർഗനൈസ്ഡ് പാറ്റേൺ ഇന്ത്യയിലുണ്ട്. അതേപോലെ തന്നെ അതിന് പാരലലായിട്ട് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള മണി മാർക്കറ്റും പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സബ് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മാർക്കറ്റുകൾ എന്നുള്ളതാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അതിൽ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് എന്താണ്? ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ബാങ്കിൻ്റെയും, അതാണ് അവിടുത്തെ 2 പ്രമുഖ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ബാങ്കിൻ്റെയും. നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുസ്ഥിരം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ്റൽ സിസ്റ്റം നമുക്കുണ്ട്. അറ്റ് ദ സെയിം ടൈം വി ഹാവ് ഓൾസോ സെൻട്രൽ ബാങ്ക് ആൻഡ് ഇറ്റ് ഈസ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അല്ലേ, ഈ ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ബാങ്കിൻ്റെയും നിർദ്ദേശങ്ങൾക്കും നിയമങ്ങൾക്കും റെഗുലേഷൻസിനും റൂൾസിനും അനുസരിച്ച് പ്രവർത്തിക്കുകയും കൺട്രോൾ ചെയ്യപ്പെടുകയും ചെയ്യുന്ന സെക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ ഓഫ് മണി മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് അതർ ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, non-banking financial institution, quasi-governmental bodies and government bodies who supply funds through money market. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഗനൈസ്ഡ് മണി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ RBI ഉണ്ടാവണം. RBI ഉണ്ട്, അല്ല ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള RBI ഉണ്ട്, ബാക്കി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്, സെമി ഗവൺമെൻറ് ബോഡീസ് ഉണ്ട്, അല്ലെ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ്? മണി മാർക്കറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ആൻഡ് ഓർഗനൈസ്ഡ് മാർക്കറ്റ്സ് ആർ ദ മാർക്കറ്റ്സ് വിച്ച് ഹാവ് ആൻ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ആൻഡ് ദീസ് മാർക്കറ്റ്സ് ഹാവ് സ്റ്റാൻഡേർഡൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു ഗവേൺ ദ ഫിനാൻഷ്യൽ ഡീലിംഗ്. കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെയുള്ളത് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റിൽ ഉള്ളത്. അതായത് കൃത്യതയോടുകൂടിയും വ്യക്തതയോടുകൂടിയും പ്രവർത്തിക്കുന്ന, അല്ലേ. അതേസമയം അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ നോ strict rules and regulations and there is not such a direct intervention from the part of government. At the same time there is no clear cut invigilation or monitoring from the part of central ബാങ്കിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലല്ലാതെ പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും വ്യക്തികളും അടങ്ങുന്ന ആ ഒരു അൺഓർഗനൈസ്ഡ് എന്നുള്ള വാക്കുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഊഹിക്കാനായിട്ട് സാധിക്കും. മെയിൻലി
there are two important persons or two important group of persons who are working under this unorganized sector, and they are called as indigenous bankers and money lenders. You may have heard about these two terms, indigenous bankers and money lenders. അല്ലേ, indigenous bankers, money lenders, ഇങ്ങനെയുള്ള അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബാങ്കിങ് സെക്ടേഴ്സ് ഉൾക്കൊള്ളുന്ന ആ ഒരു മണി മാർക്കറ്റ് സെക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. ഓക്കെ, ഈ അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് indigenous bankers and money lenders, and indigenous bankers collect deposits and lend money. ഓക്കെ, ഇൻഡിജിനസ് ബാങ്കേഴ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് ഇൻഡിജിനസ് ബാങ്കേഴ്സും മണി ലെൻഡേഴ്സും തമ്മിൽ എന്താണ് വ്യത്യാസം? തീർച്ചയായിട്ടും അവർ തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു റീജിയണിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ചും മാർവാഡീസ്, ഗുജറാത്തീസ്, ബംഗാളീസ്, ഇവരൊക്കെ പണ്ടുകാലം മുതലേ തന്നെ ഈ ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതേസമയം അതായത് അവർ ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ട്സ് കൊടുക്കുകയും ചെയ്യും, അതേസമയം ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് അവരുടെ പ്രത്യേകത. അവരെയാണ് ഇൻഡിജിനസ് ബാങ്ക് ഒരു ബാങ്ക് ചെയ്യുന്ന പ്രവർത്തികൾ തന്നെയാണ് അവർ ചെയ്യുന്നത്. ബട്ട് ദേ ആർ നോട്ട് ഇൻ ദ ഓർഗനൈസ്ഡ് സെക്ടർ, അല്ലേ, ദേ കനോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഓർഗനൈസ്ഡ് സെക്ടർ. കാരണം അവർ ആർ ബി ഐയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കീഴിലല്ല എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ചില നിയമങ്ങളൊക്കെ അവർക്കും ബാധകമാണെന്നല്ലാതെ എല്ലാ നിയമങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം അവർ പാലിക്കേണ്ടതില്ല. അതാണ് അവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവർ ചിലപ്പോൾ എന്ത് ചെയ്യുകയും ചെയ്യും, വാങ്ങുകയും ചെയ്യും, അല്ലേ. നമുക്കറിയാം, സാധാരണ ഷെഡ്യൂൾഡ് ബാങ്കുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആർ ബി ഐ പറയുന്ന കൃത്യം റേറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമേ ഡെപ്പോസിറ്റ് ആയാലും ലോണുകൾക്കായാലും ഒക്കെ വാങ്ങിക്കാനായിട്ട് പാടുള്ളൂ. പക്ഷേ ഈ ഇൻഡിജിനസ് ബാങ്കേഴ്സിനൊന്നും അതെന്തല്ല, ബാധകമല്ല. ആൻഡ് അവിടെ ഇൻഡിജിനസ് ബാങ്കേഴ്സിനൊരു ചെറിയൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ത്യൻ സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ഇൻഡിജിനസ് ബാങ്കിനെ. ആൻ ഇൻഡിവിജ്വൽ ഓർ പ്രൈവറ്റ് ഫേം റിസീവിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ഡീലിംഗ് ഇൻ ഹുണ്ടീസ് ഓർ ലെൻഡിങ് മണി. ഓക്കെ, ഹുണ്ടീസ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് സാധാരണ രീതിയിൽ അവരെന്ത് ചെയ്യുന്നത്, ഫങ്ഷൻ ചെയ്യുന്നത്. സോ ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുകയും അതോടൊപ്പം തന്നെ മണി ലെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ ഫേമുകളെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻഡിജിനസ് ബാങ്കേഴ്സ്. അതിന് കുറച്ച് എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദേ ചാർജ് എക്സോർബിറ്റന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദ ലോൺസ് ആൻഡ് സർട്ടൻ കമ്മ്യൂണിറ്റീസ്. ചില കമ്മ്യൂണിറ്റീസുകളിൽ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും മാർവാഡീസ്, ബംഗാളീസ്, ഗുജറാത്തീസ്, ചെട്ടിയാഴ്സ്, കല്ലിട, കുറിച്ചി, ബ്രാഹ്മിൻസ് ഡു ഇൻഡിജിനസ് ബാങ്കിങ് ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ പറയുന്നത്. ആൻഡ് അറ്റ് ദി സെയിം ടൈം ദേ ആർ നോട്ട് പബ്ലിഷിംഗ് ദെയർ അക്കൗണ്ട്സ് ആൻഡ് ഡു നോട്ട് ഗെറ്റ് ദം ഓഡിറ്റഡ്. അവർ സാധാരണ രീതിയിൽ അവരുടെ അക്കൗണ്ട്സ് പബ്ലിഷ് ചെയ്യുകയോ അത് ഓഡിറ്റ് ചെയ്യുകയോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വ്യക്തമായിട്ട് ഉണ്ടാക്കുകയൊന്നും ചെയ്യാറില്ല. അവരുടെ ഒരു കണക്കിന് അവർ പറഞ്ഞിരിക്കുന്ന അവർക്ക് പറ്റാവുന്ന ഒരു സ്റ്റൈലിന് അക്കൗണ്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, കീപ്പ് ചെയ്യുന്നു. അതാരും ഓഡിറ്റ് ചെയ്യുകയോ വിലയിരുത്തുകയോ ഒന്നും ചെയ്യാറില്ല. ഇനി ഈ ഇൻഡിജിനസ് ബാങ്കേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി മണി ലെൻഡേഴ്സിന് എന്താണ് പ്രത്യേകതയുള്ളത്? മണി ലെൻഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ദെയർ ഫങ്ഷൻ ഈസ് ഓൺലി ടു ലെൻഡ് മണി ലെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അവർ ആ ഒരു ബിസിനസ്സിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് മണി ലെൻഡേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ഹു ഡു നോട്ട് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് from the public but merely lend their own funds, and they lend money mainly for consumption and other domestic purpose. സാധാരണ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ്. വലിയ എമൗണ്ടുകളൊന്നും അല്ല, ചെറിയ എമൗണ്ടുകളൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്,
ലെൻഡ് ചെയ്യുന്നത്, ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മണിയാണ് അവരെന്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡിജിനസ് ബാങ്കേഴ്സും. ഇപ്പോൾ അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിൽ ഉൾക്കൊള്ളുന്ന ഒരു അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്, രണ്ടായാലും ഒന്ന് തന്നെയാണ്. ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് എന്ന് പറയുന്നതും അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള സാധാരണ മണി ലെൻഡേഴ്സിനെയും ഇൻഡിജിനസ് ബാങ്കേഴ്സിനെയും അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിൽ നമ്മൾ RBIയും ഗവൺമെൻറ്റാണ് അതിൻ്റെ മുഖ്യധാരയിൽ വരുന്ന ആൾക്കാരെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ കുറച്ച് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് നമുക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് വരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ അതിൻ്റെ പല മോണിറ്ററി പോളിസീസും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ബാക്കി നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുണ്ട്, കോഓപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, കോഓപ്പറേറ്റീവ് ബാങ്കുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. റീജിയണൽ റൂറൽ ബാങ്കുകളുണ്ട്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ചെയ്യുന്ന ചില സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. പ്രത്യേകിച്ചും LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, UTIനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SFC, സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നബാർഡ്, എക്സിം ബാങ്ക്, അല്ലേ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്. ഇതൊക്കെ ഈ വക ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി കാലാകാലങ്ങളിൽ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള ചില പ്രത്യേകതരം ബാങ്കുകളാണിപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്, കണ്ടത്. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്, ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ, അതിൽ തന്നെ 12 പബ്ലിക് സെക്ടർ ബാങ്കുകളെ കുറിച്ചും 22 പ്രൈവറ്റ് സെക്ടർ ബാങ്കിനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ എന്താ പറയുക, ഒരു ഹെഡായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ബാങ്കേഴ്സ് ബാങ്ക് എന്ന് നമ്മൾ സാധാരണ വിശേഷിപ്പിക്കാറുള്ള സെൻട്രൽ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത് എന്ത് തന്നെയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. കാലാകാലങ്ങളിൽ അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇറക്കുക, ഇന്ത്യയുടെ മോണിറ്ററി പോളിസീസ്, എക്കണോമിക് സ്ട്രക്ചർ, എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൃത്യമായിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതൊക്കെ അവരുടെ ഉത്തരവാദിത്വമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്കാക്കുന്നു. ആൻഡ് ഇതിൽ തന്നെ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നമ്മൾ ഇതിനോടനുബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓരോ നമ്മുടെ നേഷൻ്റെ തന്നെ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലേ. നിങ്ങൾ മുൻപും പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങളുടെ ഡിഗ്രി കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ബാങ്കിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, അതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്, ഒരു ടോപ്പിക്കാണ്. സോ ജസ്റ്റ് കുറച്ച് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനമായിട്ടും വരുന്നത് അതോറിറ്റി ഓഫ് നോട്ട് ഇഷ്യൂ. നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് എന്തിന് ഇത് കൊടുത്തിട്ടുള്ളത്, നോട്ട് ഇഷ്യൂവിനുള്ള പൂർണ്ണ അധികാരം കൊടുത്തിട്ടുള്ളത്. അത് എല്ലാ നോട്ടുകളും, എല്ലാ കറൻസി, എല്ലാ നോട്ടുകളും നോട്ട് ഇഷ്യൂവിനുള്ള ഇത് എക്സെപ്റ്റ് 1 rupee നോട്ട്സ് ആൻഡ് കോയിൻസ്, അല്ലേ. 1 rupee നോട്ടുകളും കോയിൻസും ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ആരെന്നെയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അച്ചടിക്കുന്നതും അതിനുള്ള നേതൃത്വം കൊടുക്കുന്നതും അത് ഇഷ്യൂ ചെയ്യുന്നതും ഒക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതേസമയം 1 rupee നോട്ടും ബാക്കി കോയിൻസും എല്ലാം കൈകാര്യം ചെയ്യുന്നത് ആരാണ്, ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രിയുടെ കീഴിലാണ് എന്ത് വരുന്നത്, അതിൻ്റെ അതിൻ്റെ അച്ചടിക്കുന്നതും അതിൻ്റെ ബാക്കി ഇഷ്യൂസൊക്കെ വരുന്നത്. അതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ സിസ്റ്റം കാത്തു പരിപാലിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നോട്ട് ഇഷ്യൂവിനുള്ള അതോറിറ്റി അവരുടെ കൈകളിലാണ്. അതുകൊണ്ടാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു ഡെവലപ്പറായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ബാങ്കറാണെന്നുള്ളതാണ്. ഗവൺമെൻറ് ബാങ്കർ അല്ലേ. ഗവൺമെൻറ് ബാങ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഫണ്ടുകൾ ആക്സെപ്റ്റ് ചെയ്യുകയും ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഫണ്ടുകൾ ലെൻഡ് ചെയ്യുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ആരിൽ നിക്ഷിപ്തമാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിക്ഷിപ്തമാണ് അല്ലേ. പ്രത്യേകിച്ചും ഒരു സെൻട്രൽ ബാങ്ക് എന്നുള്ള രീതിയിൽ ടാക്സുകളായിട്ടും മറ്റുള്ള രീതിയിലും ഗവൺമെൻറ്റിന് വരുന്ന കളക്ഷൻ അത് സേഫായിട്ട് എടുത്തു വെക്കേണ്ടതും അല്ലെങ്കിൽ കളക്ട് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ നമുക്കറിയാം ചില അക്യുമുലേഷനുകളിലൂടെ അല്ലേ, കറൻസി അല്ലെങ്കിൽ നമ്മുടെ മോണിറ്ററി അക്യുമുലേഷൻസിലൂടെ, അതായത് ട്രഷറികളിലൂടെ പലപ്പോഴും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ ഒരു മോണിറ്ററി സിസ്റ്റം നല്ലൊരു രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ശ്രമിക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കളക്ഷൻ, ഒരു രാജ്യത്തിന് വേണ്ടി നമുക്കറിയാം ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യുന്ന ഒരു രാജ്യം എന്നുള്ള രീതിയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. അത് ചെയ്തു കൊടുക്കുന്നത് ആരെന്നെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. സോ ഒരു ബാങ്കർ എന്നുള്ള രീതിയിൽ, കമേഴ്ഷ്യൽ ഗവൺമെൻറ്റിൻ്റെ ബാങ്കർ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ആര് ആക്ട് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള തുക ലെൻഡ് ചെയ്യുന്നതും ആരുടെ ഉത്തരവാദിത്വമാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്വമാണ്. പലവിധ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്സുകൾക്ക് വേണ്ടിയിട്ടും ആവശ്യമായിട്ടുള്ള തുക കൊടുക്കേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഓതറൈസേഷനോട് കൂടിയിട്ടാണ്. ആൻഡ് ഇറ്റ് ആക്ട്സ് ആസ് ദ ബാങ്കർ ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് അണ്ടർടേക്ക് ദ വേരിയസ് ടൈപ്സ് ഓഫ് ബിസിനസ് ആൻഡ് ഇറ്റ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് RBI. സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായാലും വേണ്ടത്ര സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ആര് തന്നെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. ആൻഡ് അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ആക്ട്സ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ലേ. RBI എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ അഡ്വൈസർ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ തന്നെ നാഴികക്കല്ലുകളായിട്ട് നമ്മൾ കണക്കാക്കുന്ന 5 ഇയർ പ്ലാൻസ്, എങ്ങനെ 5 ഇയർ പ്ലാൻസ് മൗൾഡ് ചെയ്യാം, എങ്ങനെ എന്തിനൊക്കെയാണ് നമ്മൾ ഏതൊക്കെ മേഖലകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇതിനോടൊക്കെ അനുബന്ധിച്ചിട്ടുള്ള വേരിയസ് ടൈപ്സ് ഓഫ് അഡ്വൈസസ് അല്ലേ, കൺസൾട്ടേഷൻസ്, ഇതൊക്കെ RBIയുടെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് ആ ഒരു വിങ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വിങ് അത് ഒരുപാട് എൻക്വയറീസ് നടത്തുകയും അതിനനുസരിച്ച് അവർ അനലൈസ് ചെയ്യുകയും അതിലൂടെ ഗവൺമെൻറ്റിന് വേണ്ടത്ര ഉപദേശങ്ങൾ നൽകുന്ന ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, RBI പ്രവർത്തിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ഏജൻറ്റ്. നമ്മൾ കഴിഞ്ഞ സെമ്മിൽ ഇൻ്റർനാഷണൽ ബിസിനസ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് ട്രേഡ് അലയൻസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ട്രേഡ് എഗ്രിമെൻറ്റുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ട്രേഡ് എഗ്രിമെൻറ്റുകളിൽ പലപ്പോഴും ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് പ്രവർത്തിക്കുന്നത് ആര് തന്നെയാണ്? RBI തന്നെയാണ് അല്ലേ. ഒരു ഫിനാൻഷ്യൽ ഏജൻ്റായിട്ട് പ്രത്യേകിച്ചും വേൾഡ് ബാങ്ക്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ്, ഇതുപോലുള്ള അലയൻസുകളിൽ, ഇതുപോലുള്ള സംരംഭങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഫിനാൻഷ്യൽ ഏജൻ്റാണ് ആരെന്ന് പറയുന്നത്? RBI എന്ന് പറയുന്നത്. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് അത് ബാങ്കേഴ്സ് ബാങ്കാണ്, ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ടാണ് അല്ലേ. ബാങ്കേഴ്സ് ബാങ്കാണ്. ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബാങ്കുകളുടെയും ബാങ്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് ഹാസ് ദ റൈറ്റ് ടു കൺട്രോൾ ആൻഡ് സൂപ്പർവൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് all banks in the country by way of issuing license, giving permissions, etc.
അല്ലേ? എല്ലാ ബാങ്കുകൾക്ക് അതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വേണ്ടത്ര ലൈസൻസിങ്ങും അതുപോലെ തന്നെ പെർമിഷൻസും ഒക്കെ കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? RBIയുടെ ഉത്തരവാദിത്വമാണ്. ആൻഡ് ഇറ്റ് ഓൾസോ കൺട്രോൾസ് വോളിയൂം ഓഫ് ദെയർ റിസർവ്. നമ്മൾ കേട്ടിട്ടുണ്ട് ബാങ്കുകളിൽ, കമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകിച്ചും റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് അല്ലേ, ആ റേറ്റുകളിലൂടെ അവരെ ഒരു ഏകീകരിച്ച രീതിയിൽ അവർക്ക് ലോൺ കൊടുക്കുകയും അവരിൽ നിന്ന് ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുകയും ആ ഒരു മിനിമം ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്ന ഒരു CRR എന്നൊക്കെ പറയുന്ന ചില റിസർവ് റേഷ്യോസിലൂടെ ബാങ്കുകളുടെ പ്രവർത്തനത്തിനെ മോണിറ്റർ ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ട ചുമതല ആർക്കുണ്ട്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ്സ് സൂപ്പർവൈസിങ് ആൻഡ് റെഗുലേറ്റിംഗ് അതോറിറ്റി. സൂപ്പർവൈസിങ് അതോറിറ്റിയാണ്, റെഗുലേറ്റിംഗ് അതോറിറ്റിയാണ്. മോണിറ്ററി പ്രോഗ്രാമുകൾ തീർച്ചയായിട്ടും പല പാരാമീറ്റേഴ്സിൻ്റെയും അടിസ്ഥാനത്തിൽ മോണിറ്റർ ചെയ്യുകയും കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന മോണിറ്ററിങ് ആൻഡ് സൂപ്പർവൈസിങ് ഡ്യൂട്ടി ആർക്കുള്ളതാണ്? RBIക്ക് ഉള്ളതാണ്. പ്രത്യേകിച്ചും അത് എക്സ്ചേഞ്ച് കൺട്രോൾ അതോറിറ്റി, എക്സ്ചേഞ്ച് കൺട്രോൾ നേരത്തെ പറഞ്ഞ പോലെ ഫോറിൻ എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യുന്ന, എക്സ്പോർട്ട് ഇമ്പോർട്ട് സാധ്യമാക്കുന്ന രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അതിനെ മോണിറ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ മോണിറ്റർ ചെയ്യുക. ആൻഡ് ഇറ്റ് ഹാസ് ഓൾസോ ടേക്കൺ സർട്ടൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ടു ഡെവലപ്പ് ദ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. പ്രത്യേകിച്ചും ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സഹായത്തോടു കൂടി IDBI, IFCI, SFCs, IIBI, എക്സിം ബാങ്ക്, UTI, SIDBI, NABARD ഇതുപോലുള്ള ചില ഓർഗനൈസേഷനുകളുടെ ഇംപ്ലിമെൻറ്റേഷനുകളിലൂടെ പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം RBI കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റെഗുലേറ്റർ ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ്. മണി ദർ ആർ 7 important monetary techniques used for monetary control, and we have seen that the first one is open market operation, second one is bank rate, third one refinance, fourth one cash reserve ratio, fifth one statutory liquidity ratio, sixth one statutory or liquidity adjustment facility, and seventh one repo rate and reverse repo rate is there. And what do you mean by open market operation? എന്താണ് open market operation? Open market operation means the selling of government securities through an open market, and its full responsibility is given to RBI under section 17 of Reserve Bank of India Act. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സെക്ഷൻ 17 വകുപ്പ് പ്രകാരം, സെക്ഷൻ 17 പ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പൂർണ്ണ അധികാരം കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ വിൽക്കാൻ, സെക്യൂരിറ്റീസ് വിൽക്കാനും വാങ്ങാനും. ഓക്കെ, സോ ആ ഒരു ആക്ടിവിറ്റി, ആ ഒരു ഫങ്ഷന് വിളിക്കുന്ന പേരാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓക്കെ, സോ in India it's a widely used technique for monetary control, and section 17 of Reserve Bank of India Act empowers the Reserve Bank of India to purchase and sale of government securities and such securities of local authorities. Local self governmentകളുടെ, local authorities-ന്റെ സെക്യൂരിറ്റീസും ഗവൺമെൻറ് സെക്യൂരിറ്റീസും വിൽക്കാനും വാങ്ങാനുള്ള ആ ഒരു ഓപ്പറേഷൻ, ദാറ്റ് ഈസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. So that's the first important technique used by RBI. And the next one is bank rate. Okay, and what do you mean by bank rate? Bank rate is the rate at which the RBI buys or rediscounts bills of exchange. Bill of exchange buy ചെയ്യുന്ന അല്ലെങ്കിൽ റീഡിസ്കൗണ്ട് ചെയ്യുന്ന റേറ്റിനെ വിളിക്കുന്ന പേരാണ് ബാങ്ക് റേറ്റ്. യൂഷ്വലി ദിസ് ബാങ്ക് റേറ്റ് വിൽ determine the rate of interest which will be prevalent in various banks all over the world. Okay, and it also the rate that the RBI charges on advances on specified collaterals to bank. Okay, RBI special collateral securities മേൽ കൊടുക്കുന്ന ലോണിന്മേൽ ചാർജ് ചെയ്യുന്ന ആ ഒരു റേറ്റിനെ നമ്മൾ എന്തെന്ന് തന്നെയാണ് വിളിക്കുന്നത്?
ബാങ്ക് റേറ്റ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. സോ that is bank rate, and there is a refinance facility. Refinance facility means usually to adjust the liquidity shortages. Some sort of refinancing facilities are given by RBI, and usually these refinancing can be divided into two, that is export credit refinance and general refinance. Export credit ന് ആവശ്യമായിട്ടുള്ള റീഫിനാൻസും ജനറൽ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ടൂൾ ഈസ് ക്യാഷ് റിസർവ് റേഷ്യോ. ഇതൊക്കെ ഈ ടൂൾസ് ഒക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണ്. ആസ് എ കോമേഴ്സ് സ്റ്റുഡൻറ്റ് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ടു നോ the expansion, at the same time the meaning and all about these various techniques used by RBI. And next one is cash reserve ratio. And cash reserve ratio is the fixed percentage or minimum percentage of cash to be maintained by various commercial banks in RBI. RBI പല കമേഴ്ഷ്യൽ ബാങ്ക്സ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ഒരു മിനിമം ക്യാഷ് റിസർവിനെയാണ്, അല്ലെങ്കിൽ മിനിമം പെർസെൻറ്റേജ് ഓഫ് ദെയർ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റുകളുടെ ഒരു ഭാഗം തീർച്ചയായിട്ടും എവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ്. ആ നിർബന്ധപൂർവം RBIയിൽ മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുന്ന എല്ലാ കമേഴ്ഷ്യൽ ബാങ്കുകളും അത് ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ആ ഒരു റേഷ്യോനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാഷ് റിസർവ് റേഷ്യോ. ഈ ക്യാഷ് റിസർവ് റേഷ്യോ അതിൻ്റെ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാങ്കുകളുടെ റിസർവ് കുറയുകയും, അതോടൊപ്പം തന്നെ അതിൻ്റെ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്ത് ചെയ്യുകയും ചെയ്യും? കുറയുകയും ചെയ്യും. അതായത് RBIയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട CRR കൂടുതലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസർവ് എന്ത് ചെയ്യും? കുറയും. നമുക്കറിയാം അല്ലേ, കൂടുതൽ അവിടെ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ബാങ്കുകളുടെ റിസർവ് എന്ത് ചെയ്യും? കുറയും. അതേസമയം ക്യാഷ് റിസർവ് റേഷ്യോ RBI കുറച്ച് നിശ്ചയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, അതായത് ഒരു ലോവർ എമൗണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമേഴ്ഷ്യൽ ബാങ്കുകളുടെ റിസർവ് എന്ത് ചെയ്യും? കൂടുതലാവും. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ടുള്ള ഫങ്ഷൻസ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണയായിട്ട് പറയുന്നത് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ cash reserves equivalent to at least 3% of its total time and demand liabilities in India. സാധാരണ രീതിയിൽ ഒരു 3%ഓളം ക്യാഷ് റിസർവ് റേഷ്യോ ടോട്ടൽ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റുകളുടെ 3% റിസർവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, ആൻഡ് the Act empowers Reserve Bank to vary cash reserve to scheduled banks between 5 and 20% in respect of demand liabilities and between 2 and 8% respect of time liabilities. So തീർച്ചയായിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അതിനുള്ള പൂർണ്ണ അധികാരം കൊടുത്തിട്ടുണ്ട് to vary, to fluctuate this cash reserve ratio. And the next one is statutory liquidity ratio. Cash reserve ratioനെ പോലെ തന്നെ ഉള്ള വേറൊരു റേഷ്യോ ആണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, SLR എന്ന് നമ്മൾ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇതും കമേഴ്ഷ്യൽ ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഡെഫിനിറ്റ് പെർസെൻറ്റേജ് ഓഫ് ലിക്വിഡ് എമൗണ്ട് ആണ്, ലിക്വിഡ് ക്യാഷ് ആണ്. അതായത് ഇതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ ബേസിസിൽ തന്നെയാണ്. പക്ഷേ അതേസമയം ആ ലിക്വിഡിറ്റി റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്യാഷായിട്ടല്ല, അതിന് പകരം ക്യാഷായിട്ട് പൂർണ്ണമായിട്ടും ക്യാഷായിട്ടല്ല, കുറച്ച് ക്യാഷ്, ഗോൾഡ് ആൻഡ് അൺഎൻകംബേർഡ് ഗവൺമെൻറ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് വിത്ത് RBI. RBIയിൽ ക്യാഷായിട്ടും ഗോൾഡായിട്ടും ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ രൂപത്തിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ലിക്വിഡിറ്റി റേഷ്യോനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി എന്നുള്ള വാക്കിൽ തന്നെ അത് നിർബന്ധമായിട്ടും വേണം എന്നുള്ളത് ഉറപ്പാണ്. ഇറ്റ് ഈസ് നോൺ ആസ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ആൻഡ് ഇവിടെ സെക്ഷൻ പറയുന്നുണ്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എംപവേഴ്സ് ദ റിസർവ് ബാങ്ക് ടു വേരി ദ സ്റ്റാറ്റ്യൂട്ടറി. ഇവിടെയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡേഷൻ റേഷ്യോ വേരി ചെയ്യാനുള്ള
പവർ ആർക്കുണ്ട്? RBIക്ക് ഉണ്ട്. അറ്റ് പ്രസൻറ്റ് 18.25 സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ് പറയുന്നത്. പിന്നെയും അതിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ റീഫിനാൻസിങ് എന്ന് പറയുന്ന ആ ഒരു ഫെസിലിറ്റി കണ്ടതുപോലെ തന്നെ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി LAF എന്ന് പറയുന്ന ആ ഒരു ഫെസിലിറ്റി ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? RBI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദ ഫണ്ട്സ് അണ്ടർ LAF ആർ യൂസ്ഡ് ബൈ ദ ബാങ്ക്സ് ഫോർ ദെയർ ഡേ ടു ഡേ മിസ്മാച്ചസ് ഇൻ ലിക്വിഡിറ്റി. അത് സാധാരണ കമേഴ്ഷ്യൽ ബാങ്കുകളുടെ പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്ക് ഡെയിലി അവർ ചിലപ്പം ലിക്വിഡിറ്റി അത് ക്യാഷ് മുട്ടിക്കാനായിട്ട് ചിലപ്പോൾ പാടുപെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു മിസ്മാച്ച് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റിയിലൂടെ ആരും ഉദ്ദേശിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. ആർക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ സാധാരണയായിട്ട് കേട്ടുപരിചയമുള്ളൊരു മോണിറ്ററി ടെക്നിക്കാണ് റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. റിപ്പോ എന്ന് പറയുന്നത് അതൊരു ടൈപ്പ് ഓഫ് റിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപർച്ചേസ് എഗ്രിമെൻ്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. റീപർച്ചേസ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എഗ്രിമെൻറ്റ് ടു സെൽ സെക്യൂരിറ്റീസ് വിത്ത് എൻ ഇൻറ്റൻഷൻ ഓർ വിത്ത് എൻ എഗ്രിമെൻറ്റ് ടു പർച്ചേസ് ഇറ്റ് ലേറ്റർ. ദാറ്റ് ഈസ് റീപർച്ചേസ് എഗ്രിമെൻറ്റ്. അതാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്, അല്ലേ? റേറ്റ് ഈസ് ബാങ്ക് റേറ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദീസ് എഗ്രിമെൻറ്റ്സ് ആൻഡ് ദാറ്റ് റേറ്റ് ഈസ് നോൺ ആസ് റിപ്പോ റേറ്റ്. ആ റേറ്റിന് വിളിക്കുന്ന പേരാണ് റിപ്പോ റേറ്റ്. അതായത് ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുക എന്തുദ്ദേശത്തോടു കൂടി? പിന്നീടൊരു ഫ്യൂച്ചർ ഫ്യൂച്ചർ ഡേറ്റിൽ അത് റീപർച്ചേസ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അത് വിൽക്കുമ്പോൾ അതിന് വിളിക്കുന്ന പേരാണ്, ആ വിൽക്കുന്ന സമയത്ത് ചാർജ് ചെയ്യുന്ന ആ ഒരു റേറ്റിനെ വിളിക്കുന്ന പേരാണ് റിപ്പോ റേറ്റ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. റിവേഴ്സ് റിപ്പോയിലൂടെ RBI സെക്യൂരിറ്റീസ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? വാങ്ങുകയാണ് ചെയ്യുന്നത്. കമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്നും സെക്യൂരിറ്റീസ് വാങ്ങുന്നു വിത്ത് എൻ ഇൻറ്റൻഷൻ ഓർ വിത്ത് എൻ എഗ്രിമെൻറ്റ് ടു സെൽ ഇറ്റ് ലേറ്റർ. പിന്നീട് അത് തിരിച്ചു വിൽക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. ആൻഡ് സർട്ടൻ റേറ്റ് ഈസ് ചാർജ്ഡ് ദർ ഓൾസോ ആൻഡ് ദാറ്റ് റേറ്റ് ഈസ് നോൺ ആസ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഓക്കെ, അപ്പോൾ റിപ്പോ റേറ്റും ഉണ്ട്, റിവേഴ്സ് റിപ്പോ റേറ്റും ഉണ്ട്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് വിൽക്കുന്ന സമയത്ത് ചാർജ് ചെയ്യുന്ന, അതായത് വിൽക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ ബാങ്കുകളുടെ അടുത്ത് നിന്ന് പൈസ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? കൊടുക്കുന്ന ഒരു റേറ്റും അതോടൊപ്പം തന്നെ സെക്യൂരിറ്റീസ് വാങ്ങുന്നു, കമേഴ്ഷ്യൽ ബാങ്കുകളുടെ അടുത്ത് നിന്ന് സെക്യൂരിറ്റീസ് വാങ്ങുക എന്ന് പറയുന്നത് കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പൈസ കൊടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? നിങ്ങൾ ആ പ്രോസസ്സ് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ദെൻ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് കേസ് പൈസ കടമായിട്ട് വാങ്ങിക്കുന്നത് പോലെയും റിസർവ് ബാങ്ക് വാങ്ങിക്കുന്നത് പോലെയും റിവേഴ്സ് റിപ്പോയിൽ കടമായിട്ട് കൊടുക്കുന്നത് പോലെയാണ്, അല്ലേ? അപ്പോൾ ആ രണ്ട് സമയത്തും ചാർജ് ചെയ്യുന്ന റേറ്റുകളെയാണ് റിപ്പോ. അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട മോണിറ്ററി ടെക്നിക്സ് RBIയുടെ, അല്ലേ, മോണിറ്ററി കൺട്രോളിങ്ങിന് വേണ്ട ടെക്നിക്സാണ് നമ്മളിപ്പോൾ പഠിച്ചത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സെക്ഷൻ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കോമേഴ്സ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ടേംസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, എന്താണ് ബാങ്ക് റേറ്റ്, എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ, റിപ്പോ റേറ്റ് എന്താണ്, റിസർവ് റിപ്പോ റേറ്റ് എന്താണ്. സോ നന്നായിട്ട് വായിച്ചു നോക്കുക, പഠിക്കുക. സോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മണി മാർക്കറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആയിട്ടുള്ള ആ ഒരു ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിൻ്റെ, ഓർഗനൈസ്ഡ് മണി മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചില പ്രവർത്തനങ്ങളും അതിൻ്റെ ഫങ്ഷൻസും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് കണ്ടുകൊണ്ടിരുന്നത്, അല്ലേ? മണി മാർക്കറ്റിൻ്റെ തന്നെ ഈ വീണ്ടും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. സോ ഇന്ന് നമ്മൾ പഠിച്ചത് ഫങ്ഷൻസും മണി മാർക്കറ്റിൻ്റെ പ്രധാന കമ്പോണൻസ് ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കുക. സോ താങ്ക് യു.